ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ വിഷയത്തിൽ ഇപ്പോൾ ഒരു ഒത്തുതീർപ്പെത്തിയിരിക്കുകയാണ്. കേസ് കോടതി വരെ എത്തിയെങ്കിലും ഒരു ഒത്തുതീർപ്പിന്റെ ഫോർമുലയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യം ഈ വിഷയത്തിൽ റീജിയണൽ സെൻസർ ബോർഡ് ഒരു കട്ടുമില്ലാതെ തന്നെയാണ് സിനിമയ്ക്ക് അംഗീകാരം നൽകിയത്. UMRA സർട്ടിഫിക്കറ്റ് നൽകിയത് ഒരു കട്ടുകൂടി ഇല്ലാതെയാണ്. എന്നാൽ മുംബൈയിലേക്ക് അയച്ച പകർപ്പിൽ മുംബൈയിൽ നിന്നാണ് ഈ സിനിമയ്ക്ക് റിലീസിന് തടസ്സം നേരിട്ടത്. അവിടെ നിന്ന് റിലീസിന് തടസ്സം നേരിടുന്നുവെന്ന് അവിടെ നിന്നൊരു ഫോൺ കോൾ വഴിയാണ് അറിയിച്ചതെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറഞ്ഞത്. ജാനകി വി എന്ന ഒരു ഇനീഷ്യൽ ചേർത്തുകൊണ്ടാണ് ഈ സിനിമയുടെ ഈ തർക്കം പരിഹരിച്ചത്. കൂടാതെ കോടതി വിചാരണ വേളയിൽ ജാനകി എന്ന പേര് പരാമർശിക്കുന്ന ഭാഗമെല്ലാം മ്യൂട്ട് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. ആ ആവശ്യം മറ്റൊരു വഴിയുമില്ലാതെ തന്നെ അണിയറ പ്രവർത്തകർക്ക് അംഗീകരിക്കേണ്ടി വന്നു. കാരണം ഇപ്പോൾ തന്നെ സിനിമയുടെ റിലീസ് ഒത്തിരി വൈകി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വളരെ വലിയൊരു കടന്നുകയറ്റമായി തന്നെ ഇതിനെ കാണണം. കേസ് കോടതിയിലെത്തിയിട്ടും കോടതിക്ക് ശരി ഏതെന്ന് തിരിച്ചറിഞ്ഞ് ശരിയുടെ ഭാഗത്ത് നിൽക്കാൻ സാധിക്കാത്തവണ്ണം ഇവിടെ മാറിയിരിക്കുകയാണ്. കോടതി പോലും ഒരു കോംപ്രമൈസിലാണ് ഈ വിഷയം അവസാനിപ്പിച്ചത്. സീതാദേവിയുടെ പര്യായ പദമായ ജാനകി എന്ന പേര് ഉപയോഗിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നമായി ഇതിൽ കാണുന്നത്. ജാനകി ഒരു റേപ്പ് വിക്ടിമായി മാറുന്നതുമാണ് മറ്റൊരു പ്രശ്നം. ഒത്തിരി സിനിമകൾ ജാനകി എന്ന പേരിൽ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രാവണപ്രഭു റിലീസ് ചെയ്യുകയാണ്. അതിലും നായികയുടെ പേര് ജാനകി എന്നാണ്. അതുമാത്രമല്ല, രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നു എന്ന ഡയലോഗുകൾ ഉൾപ്പെടെ ആ സിനിമയിലുണ്ട്. സിനിമയിലെ ഡയലോഗുകളും കഥാപാത്രങ്ങളും എല്ലാം ഒരു സിനിമയായി കാണാതെ ഈ മതവിഷയങ്ങൾ സിനിമയിലേക്ക് കലർത്തുന്നത് വളരെ വലിയൊരു വിപത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. സെൻസർ ബോർഡിന്റെ മറ്റൊരു കണ്ടെത്തലാണ് മറ്റൊരു മതസ്ഥനാണ് ജാനകിയെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത്. മറ്റൊരു മതസ്ഥന്റെ നാമധാരിയുള്ള ഒരു കഥാപാത്രം ജാനകിയെ ചോദ്യം ചെയ്യുന്നത് വലിയൊരു വിഷയമാണ് അവർക്ക് കരുതുന്നത്. ഒരു കാലത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാ മതങ്ങളുടെ ആഘോഷങ്ങൾക്കും പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും ഭക്ഷണങ്ങൾ കഴിക്കുന്നതെല്ലാം സർവ്വസാധാരണമായിരുന്നു. എന്നാൽ ഇന്നങ്ങനെ ചെയ്യുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഫോട്ടോകൾ വരെ ഒന്നിച്ചു വെക്കുന്നത് പോലും വലിയൊരു സംഭവമായിട്ടാണ് കാണുന്നത്. ഒരു നോർമൽ കാര്യത്തിനെ ഇതുപോലെ പൊലിപ്പിച്ച് കാണിക്കുന്നതിലൂടെ ഇതെന്തോ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്, എന്നാൽ ഞങ്ങൾ ചെയ്യുന്നു എന്നുള്ള അർത്ഥമാണ് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക. മതവിഷയങ്ങൾ ഇന്നത്തെ കാലത്ത് വളരെ അധികം ഈ നാട്ടിൽ കൊടുമ്പിരി കൊണ്ട് നീങ്ങുകയാണ്. അതിനിടയിലാണ് ഈ വിഷയവും അരങ്ങേറുന്നത്. ഇതുപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്നത് ഒരു വിഭാഗത്തിന് മാത്രമാണ് ഇതുപോലെ സെൻസർ കട്ടുകൾ നേരിടേണ്ടി വരുന്നത്. ഉഡ്ത പഞ്ചാബോ കശ്മീരി ഫയൽസോ പോലുള്ള സിനിമകൾക്ക് ഒരു സെൻസറിങ്ങും ഇല്ലാതെ തന്നെയാണ് ഡയറക്ടർ റിലീസ് ചെയ്തത്. അതുപോലെ തന്നെ മറ്റൊരു അപകടമാണ്, ഇന്ത്യയിലെ ഒരു 80% പേരുടെയും പേരുകൾ ഏതെങ്കിലും ഒരു ദൈവത്തിനോട് സാമ്യം ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഇനി അങ്ങോട്ട് സിനിമകളിൽ പേരുകൾ ഇടാൻ മടിക്കും. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കടന്നുകയറ്റത്തിൽ പല ആശയങ്ങളും നമുക്ക് തുറന്നു പറയാൻ സാധിക്കാതെ വരും. ഈ കോടതി വിധിയിലൂടെ ഇങ്ങനെ ഒരു മാറ്റം ഈ സിനിമയ്ക്ക് വന്നാൽ ഇതൊരു മറ്റൊരു തുടക്കത്തിനും കൂടി കാരണമാകും. ഇനി അങ്ങോട്ട് ഓരോ സിനിമകൾക്കും എന്തൊക്കെ പറയണമെന്നുള്ള ആശയങ്ങൾ പറയാനുള്ളൊരു മടിയും സിനിമയ്ക്ക് പേരിടേണ്ടത് വരെ അവർക്കൊരു ആശയക്കുഴപ്പത്തിലായി മാറും. സെൻസർ ബോർഡ് തന്നെ പേരുകൾ നിർദ്ദേശിക്കുകയോ അതല്ലെങ്കിൽ സിനിമയുടെ ഉള്ളടക്കത്തിനോ പേരിനോ വേണ്ട നാമനിർദ്ദേശങ്ങളോ അതിൻ്റെ രൂപരേഖയോ പുറത്തിറക്കേണ്ടി വരും. ഏതായാലും സിനിമയുടെ എഡിറ്റ് ചെയ്ത പകർപ്പ് ലഭിച്ചാൽ 3 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് നൽകാമെന്നും നിർമ്മാതാക്കളായ കോസ്മോസ് എന്റർടൈൻമെന്റ്സിന്റെ ഹർജി പരിഗണിച്ച് ജസ്റ്റിസ് N നഗരേഷ് നിർദ്ദേശിച്ചു. ജഡ്ജി കഴിഞ്ഞ ദിവസം സിനിമ കണ്ടിരുന്നു. ഇന്നലെ തന്നെ 3 തവണയായി കേസ് പരിഗണിച്ചാണ് തീരുമാനത്തിലെത്തിയത്. അടുത്ത ബുധനാഴ്ചയാണ് കേസ് വീണ്ടും എടുക്കുന്നത്. ടീസറുകളും പോസ്റ്ററുകളും ഇതിനകം തന്നെ പുറത്തിറക്കിയിട്ടുള്ളത് പ്രശ്നമാക്കരുതെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. കേസ് അന്തിമമായി പരിഗണിക്കുമ്പോൾ ഇക്കാര്യം പരിശോധിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കേസ് അടുത്ത ബുധനാഴ്ച വീണ്ടും പരിഗണിക്കുമ്പോൾ ഇതിന്റെ അന്തിമ ഫലത്തിനായി നമുക്ക് കാത്തിരിക്കാം.